കട്ട് വർക്ക് സാരീസ്, ട്വൈൻ കട്ട് വർക്ക് ചെയ്തേക്കുന്ന സാരിയാണ് കേട്ടോ. ടസ സിൽക്കാണ് ഫാബ്രിക് വന്നിരിക്കുന്നത്. ടസ സിൽക്ക് ഫാബ്രിക്കിൽ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് ടസ സിൽക്ക് അല്ലെങ്കിൽ മൂങ്ക ടസ സാരീസിലൊക്കെ ബാസ്ക്കറ്റ് വീവ്ഡ് ആയിട്ടുള്ള ടസ സിൽക്ക്, അതായത് ലൂസ് ആയിട്ടുള്ള യാൺസിന്റെ ഒരു ബാസ്ക്കറ്റ് പോലെ വന്നിട്ട് അതിനുള്ളിൽ സീക്വൻസസ് വീവ് ചെയ്ത് വന്നിരിക്കുന്ന സാരി. അപ്പോൾ ഇത് 3 സീക്വൻസസ് ഒരു ഫ്ലോറൽ പാറ്റേൺ പോലെ ബാസ്ക്കറ്റിനുള്ളിൽ വീവ് ചെയ്ത് വന്നിരിക്കുന്ന പ്യുവർ ആയിട്ടുള്ള ടസ സിൽക്ക് സാരിയാണ്. ഈ ടസ സിൽക്ക് സാരിയിൽ നമ്മൾ ജോയിൻ കട്ട് വർക്ക് ചെയ്ത് ഹൈലൈറ്റ് ചെയ്തേക്കാണ്. ആ ഒരു ബാസ്ക്കറ്റ് വീവിങ് കാണണമെങ്കിൽ ഒന്ന് ക്ലോസർ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാം. ഒരു ബാസ്ക്കറ്റ് പോലെ അല്ലെങ്കിൽ കുറച്ച് ലൂസ് യാൺസ്, ആ വീവിങ് സ്റ്റൈല് അങ്ങനെ വരുന്നതാണ്. ആ വീവിങ് സ്റ്റൈലിൽ ഇതുപോലെ കുറച്ച് ലൂസ് ആയിട്ടുള്ള യാൺസ് വെച്ചിട്ട് അതിനുള്ളിൽ സീക്വൻസ് വെച്ച് വീവ് ചെയ്തെടുക്കുന്ന ഫാബ്രിക്കാണ്. ഈ സാരി ഫുള്ളായിട്ട് ഇതുപോലെ ബാസ്ക്കറ്റ് വീവ്ഡ് ആയിട്ടുള്ള ടസ സാരിയാണ്. റണ്ണിങ് ഫുള്ളായിട്ട് സാരിയിൽ ഇതേ കോൺസെപ്റ്റിൽ ലൈൻ പോലെ ബാസ്ക്കറ്റ് വീവ് ചെയ്തേക്കാണ് കേട്ടോ. ഇതിനകത്ത് നമ്മൾ കോമ്പിനേഷൻ നല്ല ഭംഗിയുള്ള കോമ്പിനേഷനാണ്. നമ്മൾ ഓരോ ഡിസൈൻ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞിട്ട് അത് ചെയ്ത് വന്നു കഴിയുമ്പോൾ നല്ല നമുക്കൊരു സാറ്റിസ്ഫാക്ഷനാണ്. നല്ല ഭംഗിയുള്ളൊരു പീച്ചും ഒരു ലൈറ്റ് ടീൽ ഗ്രീൻ സ്റ്റോണും കൂടെ മിക്സ് ആയിട്ട് വരുന്ന ഡിസൈൻ പാറ്റേൺ. അങ്ങനെയുള്ള ഫ്ലോറൽ പാറ്റേൺ ആണ്. ആ ബോർഡർ ഡീറ്റെയിലും സ്കാലപ്പും ഒക്കെ വന്നിരിക്കുന്നത് ഈ ബേസ് സ്റ്റോണിനോട് സിമിലർ ആയിട്ടുള്ള കളർ ടോണിലും അതിൽ ഫ്ലോറൽ പാറ്റേൺസ് വന്നിരിക്കുന്ന ലൈറ്റ് ടീൽ ഗ്രീൻ ടോണിലുമാണ് കേട്ടോ. ഫുൾ സാരിയിൽ ഇതുപോലെ റണ്ണിങ് ആയിട്ടുള്ള ഈ സെയിം ഡിസൈൻ ഡീറ്റെയിലിംഗ് തന്നെ റണ്ണിങ് ആയിട്ട് ഫുൾ സാരിയിൽ ജോയിൻ കട്ട് വർക്ക് ചെയ്തേക്കാണ്. പല്ലു ഡീറ്റെയിലിംഗ് ഒക്കെ ഉണ്ട്. നല്ല ഗ്രാൻഡ് ആയിട്ടുള്ള സാരിയാണ് അത്. നല്ല ഭംഗിയുള്ള സാരി, യുണീക്ക് ആയിട്ടുള്ള സാരി. സാധാരണ നമ്മൾ ടെക്സ്റ്റൈൽ സാരീസ് ഒക്കെ കാണാറുണ്ട്, പക്ഷെ അതിൽ ഈ ബാസ്ക്കറ്റ് വീവ്ഡ് ടെക്സ്റ്റൈൽ സാരിയിൽ കട്ട് വർക്ക് ചെയ്തേക്കുന്ന കളക്ഷനാണ് കേട്ടോ. ഈ പെർട്ടിക്കുലർ പ്രോഡക്റ്റിന് ഫുള്ളായിട്ട് റണ്ണിങ് ആയിട്ട് ഓൾമോസ്റ്റ് 9 മീറ്റേഴ്സോളം ഈ സെയിം കട്ട് വർക്ക് ഡീറ്റെയിലും വന്നേക്കാണ്. സ്ലീവ്സിൻ്റെ ഈ പോർഷനിൽ കട്ട് വർക്ക് വരുന്ന പോലെ, അത് സ്ലീവ്സിൻ്റെ എഡ്ജ് ഫിനിഷ് ചെയ്യുമ്പോൾ കട്ട് വർക്ക് വരുന്ന പോലെയാണ്. ഈ സെയിം ഡിസൈൻ ഡീറ്റെയിലിംഗ് ഇതേ വീതി തന്നെയാണ് കേട്ടോ ചെയ്തേക്കുന്നത്. കട്ട് വർക്ക് ഡീറ്റെയിലിംഗ് വന്നേക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയാണ്. TC307 ആണ് കേട്ടോ പ്രോഡക്റ്റിൻ്റെ കോഡ് വരുന്നത്. 307 ആൻഡ് പ്രൈസ് വരുന്നത് 15,399. 15,399. ഫുൾ സാരിയിൽ റണ്ണിങ് കട്ട് വർക്കാണ് വന്നിരിക്കുന്നത്. അതൊരു സ്കാലപ്പ് ഫീച്ചർ. ഇനി ഇതുപോലത്തെ അതായത് ഈ സാരി ഇതുപോലെ ബാസ്ക്കറ്റ് വീവ്ഡ് ആയിട്ടുള്ള സസ സാരിയിൽ വേറെ ഏതെങ്കിലും കളർ കോമ്പിനേഷനിൽ അല്ലെങ്കിൽ നമ്മൾ ഇതുവരെ ചെയ്തേക്കുന്ന ഏതെങ്കിലും ഒരു ഡിസൈനിലോ പുതിയതായിട്ട് ഏതെങ്കിലും ഒരു ഡിസൈൻ ഓപ്ഷൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അങ്ങനെയും ഒക്കെ ചെയ്തെടുക്കണമെങ്കിൽ നമ്മുടെ കസ്റ്റമർ കെയർ ടീമുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. നമുക്ക് അതനുസരിച്ച് കസ്റ്റമൈസ് ചെയ്തെടുക്കാം. ഇനിയിപ്പം ടൈം ഫ്രെയിം വേണം കേട്ടോ. ഈ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഈ റണ്ണിങ് ഫാബ്രിക് ഡൈ ചെയ്തെടുത്തിട്ട് പിന്നെ വർക്ക് ചെയ്തെടുക്കാനുള്ള ടൈം ഒരു 1 month ഗ്യാപ്പ് ഉണ്ടെങ്കിൽ നമുക്കിത് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ പ്രോഡക്റ്റിൻ്റെ കോഡ് വരുന്നത് TC307 പ്രൈസ് വരുന്നത് 15,399. ചെക്ക് ഇറ്റ് ഔട്ട് അറ്റ് www.ahab.store. കാഷ്വൽ വെയർ കോട്ടൺ സിൽക്ക് കുർത്ത, നല്ല ഒരു ഓലിവ് ഗ്രീൻ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കളറാണ്. നമുക്ക് എല്ലാവർക്കും പെട്ടെന്ന് തന്നെ ചേരുന്നൊരു ഷെയ്ഡാണ്. മറൂണിൻ്റെയൊക്കെ ഒരു ടോൺസ് ഉണ്ടല്ലോ, അതുപോലെ തന്നെ നമുക്ക് ചേരുന്നൊരു ഷെയ്ഡാണ് ഓലിവ് ഗ്രീൻ ഷെയ്ഡ്. ഇത് നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് എല്ലാം കാഷ്വൽ ആയിട്ടുള്ള ഒരു ഒക്കേഷനൊക്കെ വളരെ കൺവീനിയൻ്റ് ആയിട്ട് വെയർ ചെയ്യാം. ആൻഡ് നമുക്കിപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു സ്മോൾ ഫാമിലി ഫംഗ്ഷനാണ്, സൽവാറിൻ്റെ പോലത്തെ ഉള്ള ഒരു ലുക്കിൽ പെയർ ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയുള്ള ഒരു ഇപ്പോൾ എന്തെങ്കിലും ഒരു എംബ്രോയിഡറി ഡീറ്റെയിൽ ഒക്കെ ഉള്ള ഒരു ബോട്ടം, ഓഫ് വൈറ്റ് ബോട്ടം നമുക്ക് ഏതെങ്കിലുമൊക്കെ പേഴ്സിൻ്റെ കൂടെ ഉള്ളതാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ കൂടെ കമ്പൈൻ ചെയ്തിട്ട് വെയർ ചെയ്യാനൊക്കെ നല്ല കൺവീനിയൻ്റ് ആണ് കേട്ടോ. ആൻഡ് ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വരുന്നതും 1199 ആണ്. RGA 188 എന്ന കോഡിൽ റെഡി ടു ഡിസ്പാച്ച് ആയിട്ട് നമ്മുടെ ഇൻസ്റ്റോഴ്സിലും നമ്മൾ ഈ ഒരു കളക്ഷൻ എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ യു കെൻ ജസ്റ്റ് ചെക്ക് ഇറ്റ് ഔട്ട്. അപ്പോൾ ഇതുപോലത്തെ ഉള്ള ഈ ഒരു ഫാബ്രിക് ബേസിൻ്റെ അകത്ത് കോട്ടൺ സിൽക്ക് മെറ്റീരിയൽ ആകുമ്പോഴേക്കും നമുക്ക് ഒരു ഒക്കേഷണൽ വെയറിന് ഈസി ആയിട്ട് പെയർ ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽ ഉണ്ടോ. ബിക്കോസ് ദ ഫാബ്രിക് ഹാവ് എ ഷീൻ ഇൻ ഇറ്റ്. അതുകൊണ്ട് തന്നെ നമുക്കത് യൂഷ്വലി നമ്മളുടെ ഒരു ഇന്ത്യൻ ഫങ്ഷൻസ് ഒക്കെ വരുമ്പോഴത്തേക്ക് വി ടെൻ ടു പ്രിഫർ ഫാബ്രിക്സ് വിച്ച് ഹാവ് എ ലൈറ്റ് ഷീൻ ബിക്കോസ് ദാറ്റ് വിൽ ഗെറ്റ് ലോങ് വിത്ത് ദി ഒക്കേഷൻ. നമുക്ക് ആ ഒരു ഫോട്ടോസിനാണെങ്കിലും ഒക്കെ നല്ല ഭംഗിയായിട്ട് നിൽക്കാനും പറ്റും. ആൻഡ് സൈഡ് സ്ലിറ്റഡ് പാറ്റേണിൽ വിത്തൗട്ട് ലൈനിങ്ങിൽ വന്നേക്കാണ്. ഒരു ഡബിൾ ടോൺ അതിനകത്ത് വരുന്നുണ്ട് കേട്ടോ. ഒലിവിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ ടോൺ ഓഫ് ബ്ലൂവും കൂടി വരുന്നുണ്ട്. സോ ഇറ്റ്സ് എ നൈസ് കളർ. ആൻഡ് ഒരു അസിമെട്രിക്കൽ പ്ലേസ്മെൻറ്റിൽ വന്നിട്ടുള്ള എംബ്രോയിഡറി ഡീറ്റെയിൽ
3/4 സ്ലീവാണ്. നമുക്ക് ഇപ്പം എൻ്റെ റൈറ്റ് ഷോൾഡർ ടു ഇഫ് യു വെയറിങ് ഇറ്റ് ഫ്രം റൈറ്റ് ടു ലെഫ്റ്റിലോട്ട് ഇങ്ങനെ വന്നേക്കുന്ന രീതിയിൽ ഒലിവ് ബേജ് ആൻഡ് ഓഫ് വൈറ്റിൻ്റെ കോമ്പിനേഷനിൽ ഒരു ജാൽ ഡിസൈനിലാണ് എംബ്രോയിഡറി വന്നിരിക്കുന്നത്. നെക്ക് ലൈൻ നോക്കിക്കഴിഞ്ഞാൽ കുറച്ചൊരു ബോട്ട് ഫീലാണ്, പക്ഷെ ഷോൾഡർ ക്ലോസ്ഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത്, കുറച്ച് കയറിയിട്ട്. ആൻഡ് ഒരു കീ ഹോൾ പാറ്റേൺ വിത്ത് ബട്ടൺ ഡീറ്റെയിലിങ്. നല്ലൊരു സ്റ്റാൻഡേർഡ് പാറ്റേൺ ആണ്, നമുക്ക് എല്ലാവർക്കും വെയർ ചെയ്യാൻ പറ്റുന്നതാണ്. ഓഫ് വൈറ്റ് പോലെയുള്ള ഷെയ്ഡ്സിൻ്റെ കൂടെയൊക്കെ നമുക്ക് ബോട്ടം പെയർ ചെയ്യാനും പറ്റും. അപ്പോൾ വളരെ കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന കളക്ഷൻ. ചെക്ക് ഇറ്റ് ഔട്ട് www.aham.store. ഇറ്റ്സ് എ റിലീഫ്. ഈ ഒരു കുർത്ത ആക്ച്വലി ഭയങ്കര റിലീഫാണ് ഇടാനായിട്ട്. എവറി ഡേ ഐ എം ലൈക്ക് മോർണിംഗ് ഒരു മേജർ ടൈം സ്പെൻഡ് ചെയ്യുന്നത് വാട്ട് ഈസ് എ കംഫർട്ടബിൾ ഡ്രസ്സ് എന്ന് നോക്കിയിട്ടാണ് കേട്ടോ. ബിക്കോസ് നമുക്കിപ്പോൾ ഇറ്റ്സ് ബിക്കം ടു ഹോട്ട്, ഇറ്റ്സ് അൺബെയറബിളി ഹോട്ട്, ആൻഡ് ദിസ് ഇസ് ആക്ച്വലി എ റിയലി ഗുഡ് കോട്ടൺ ഓപ്ഷൻ. വെരി ലൈറ്റ് വെയ്റ്റ്, ഭയങ്കര ബ്രീസി ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഡ്രസ് ലുക്കും കൂടെ ആയതുകൊണ്ട് നമുക്ക് അതിനകത്ത് സ്ലിറ്റ് വരാത്ത ഡ്രസ് ലുക്കാണ്. അതുകൊണ്ട് തന്നെ ബോട്ടം ഇല്ലാണ്ട് നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ നല്ലൊരു ലെങ്ത് വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഏകദേശം ക്ലോസ് ടു ആംഗിൾ ആണ്, അപ്പോൾ സോ മോസ്റ്റ് പീപ്പിൾ ഇറ്റ് വിൽ ബി അറൗണ്ട് കാഫ് ലെങ്ത്. അപ്പോൾ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ലുക്ക്. ആൻഡ് നമുക്കിപ്പോൾ ഓഫീസ് വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാനാണെങ്കിൽ നമുക്കൊരു ഫോർമൽ ലുക്ക് ഉണ്ട്. ആൻഡ് ഐ ലൈക്ക് ദ പോക്കറ്റ്സ് ആർ റിയലി പ്രിറ്റി. അതിൻ്റെ ഒരു ഡീറ്റെയിലിംഗ് നോക്കി കഴിഞ്ഞാൽ അത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഷേപ്പ് ഓപ്പണിംഗ് ആണ് കൊടുത്തേക്കുന്നത്. ആൻഡ് ഇറ്റ്സ് പ്രിറ്റി ഡീപ്പ് ആസ് വെൽ. അപ്പോൾ നമുക്ക് ഫോൺസ് ക്യാരി ചെയ്യാനാണെങ്കിലും ഒക്കെ പറ്റുകയും ചെയ്യും. ഷേപ്പ് കാരണം നമുക്ക് യൂഷ്വലി നമ്മുടെ മിസ് 20 കുർത്താസിൽ വരുന്നതിനെക്കാട്ടിലും കുറച്ചും കൂടി ഒരു ഡെപ്ത് കുറഞ്ഞ പോലെ തോന്നും, പക്ഷെ അത് ആക്ച്വലി ആ ഷേപ്പ് കാരണമാണ് കേട്ടോ. ആൻഡ് ദെൻ വി ഹാവ് ദിസ് ഒരു പാനലിങ് അവിടെ നമുക്ക് പോക്കറ്റ്സിൻ്റെ അപ്പർ പോർഷനിലായിട്ട് സൈഡ് സെമിൻ്റെ അവിടെ വരുന്നുണ്ട്. ആൻഡ് എ ലൈൻ പാറ്റേണിലാണ് കട്ട് ചെയ്തേക്കുന്നത് വിത്ത് കോളർ ഡീറ്റെയിലിംഗ്. ഹാഫ് കോളർ ആണ് വിത്ത് കോക്കനട്ട് ബട്ടൺസ് ആൻഡ് പിന്നപ്പ് ഡീറ്റെയിലിംഗ്. അപ്പോൾ ഇതൊരു ഫോർമൽ ലുക്കിൽ വരുന്നതാണ്. അതിനകത്ത് സെൽഫായിട്ട് തന്നെ ഒരു വീവിങ് സ്റ്റൈലോട് കൂടി വന്നിരിക്കുന്നത്. നമ്മളെ ഹാൻഡ് വൂവൺ ഫാബ്രിക്സിനകത്തൊക്കെ ഒരു ടെക്സ്ചർ വരുമല്ലോ, അതുപോലെയാണ് വന്നിരിക്കുന്നത്. ആൻഡ് ദെൻ വി ഹാവ് ഗ്രേ ആസ് വെൽ. സോ പിങ്ക് ആൻഡ് ഗ്രേയിലാണ് അതിൻ്റെ 2 ഓപ്ഷൻസ് വന്നിരിക്കുന്നത്. ഇത് വിത്തൗട്ട് ലൈനിങ് വരുന്ന ഓപ്ഷനാണ് കേട്ടോ. അപ്പോൾ നമുക്ക് മേ ബി ഇഫ് യു ആർ നോട്ട് കംഫർട്ടബിൾ വിത്ത് ഇറ്റ്, നമുക്കൊരു ഷോർട്ട്സും ഒക്കെ ആയിട്ട് പെയർ ചെയ്തിട്ട് വേണമെങ്കിലും വെയർ ചെയ്യാം. ഓർ യു ക്യാൻ ഗോ ഫോർ ക്യാപ്രസ്. നമുക്കിപ്പോൾ വിസിബിൾ ആവാത്ത രീതിയിലുള്ള ഡീറ്റെയിലിംഗ് ആണെങ്കിൽ, പക്ഷെ ഞാൻ പ്രിഫർ ചെയ്യുക ബിക്കോസ് ഇറ്റ്സ് ടു ഹോട്ട്, എനിക്ക് ബ്രീസി ആയിട്ടുള്ള ഒരു ഔട്ട്ഫിറ്റായിട്ട് തന്നെ വെയർ ചെയ്യാനായിട്ട് വളരെ നല്ലൊരു ഓപ്ഷനാണ്. ഇത് റെഡി ടു ഡിസ്പാച്ച് ആയിട്ട് നമ്മൾ സ്റ്റോക്ക് അവൈലബിൾ ആക്കിയിട്ടുണ്ട്. ആൻഡ് ഈ കളേഴ്സൊക്കെ എന്ന് പറയുന്നത് ഇപ്പോൾ ഗ്രേ ആണെങ്കിലോ പിങ്ക് ആണെങ്കിലോ ഒക്കെ നമുക്ക് എല്ലാവർക്കും യൂസ് ചെയ്യാൻ കംഫർട്ടബിൾ ആയിട്ടുള്ള ഷെയ്ഡാണ്. ഏജ് ബാരിയർ ഇല്ലാണ്ട് തന്നെ ഇപ്പോൾ ട്രാവലിങ് കാര്യങ്ങളൊക്കെ വരുമ്പോഴാണെങ്കിൽ നമുക്ക് ആ ഒരു എത്നിക് ഡ്രസ്സസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ യു ക്യാൻ പെയർ ഇറ്റ്. SV211 പ്രൈസ് 1199. ചെക്ക് ഇറ്റ് ഔട്ട്. 2 ഷെയ്ഡ്സിൽ നമ്മൾ റെഡി ടു ഡിസ്പാച്ച് ആയിട്ട് അവൈലബിൾ ആക്കിയിട്ടുണ്ട്.